ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അലയടിച്ചത് ശക്തമായ ഭരണവിരുദ്ധ വികാരം. മുതിർന്ന നേതാക്കളെ മത്സര രംഗത്തിറക്കിയിട്ടും കനത്ത തിരിച്ചടിയാണ് LDF ഏറ്റുവാങ്ങിയത്. ന്യൂനപക്ഷ വോട്ടുകൾ കൂടെ നിർത്താൻ നടത്തിയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും അമ്പെ പിഴച്ചു. വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അനന്തകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഒരുപാട് പയറ്റിയിരുന്നു LDF, ഒരുപാട് രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റിയിരുന്നു, ശ്രമിച്ചിരുന്നു, PR വർക്കുകൾ നടത്തിയിരുന്നു. പക്ഷേ അതിലൊന്നും ഫലം കണ്ടില്ല. കനൽ ഒരു തരി എന്ന് പറഞ്ഞത് ആലത്തൂരിലേക്ക് മാത്രം അങ്ങനെ ചുരുങ്ങി. എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്തായിരിക്കാം? ഗുഡ് മോർണിംഗ് മോത്തി. ഈ അപ്രതീക്ഷിതമായൊരു സ്ഫോടനം നടന്നാൽ ഉണ്ടാകുന്ന ഒരു ഞെട്ടലില്ല, ആകെ ഒരു തീയും പുകയും ഒക്കെ. അതാണിപ്പോൾ കേരളത്തിലെ ഇടത് ക്യാമ്പിൻ്റെ അവസ്ഥ. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നൊക്കെയുള്ള വലിയ മുദ്രാവാക്യം ഉയർത്തി ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നെങ്കിലും കേരളത്തിൽ UDF-നെതിരെ വലിയ പോരാട്ടം കാഴ്ചവെച്ചു. 8 സീറ്റിലെങ്കിലും ജയിക്കാമെന്നായിരുന്നു ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. പക്ഷേ അതെല്ലാം വിഫലമായി. മാത്രമല്ല UDF തരംഗം കേരളത്തിൽ ആഞ്ഞടിച്ചു. BJP ഒരു സീറ്റ് കൊയ്യുകയും ചെയ്തു. ഈ പരാജയം സംഭവിച്ചെങ്കിലും എല്ലാ മണ്ഡലങ്ങളിലും പ്രതീക്ഷിച്ച പോലൊരു വലിയ കനത്ത മത്സരം ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് കാഴ്ചവെക്കാനും കഴിഞ്ഞില്ല. വലിയ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥികളും തൃശ്ശൂരിൽ BJP പോലും നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് പോകും. ഇപ്പോൾ ബംഗാൾ എടുത്താൽ അവിടെ മമതാ ബാനർജി, അവിടെ ഭരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. അവിടെ മമതാ ബാനർജി വലിയ നേട്ടമുണ്ടാക്കി, തൃണമൂൽ കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാക്കി. തമിഴ്നാട്ടിൽ DMK വലിയ നേട്ടമുണ്ടാക്കി, അവിടുത്തെ ഭരണകക്ഷിയാണ്. പക്ഷേ ആ ഒരു നേട്ടം കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരിക്കുമ്പോഴും അതുണ്ടാക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല മുഖ്യമന്ത്രി തന്നെയായിരുന്നു കേരളത്തിലെ CPM ഇടതുമുന്നണിയുടെ താരപ്രചാരകൻ. അപ്പോൾ ശക്തമായൊരു ഭരണവിരുദ്ധ വികാരം അലയടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. 2019 സമാനമായ അവസ്ഥയായിരുന്നെങ്കിലും അന്ന് രാഹുൽ തരംഗമുണ്ടായിരുന്നു, ശബരിമല എന്ന വൈകാരിക വിഷയം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമില്ലാഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ്, ശാന്തമായൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ അവിടെ വലിയ നേട്ടം കൊയ്യാമെന്നായിരുന്നു ഇടതുമുന്നണി പ്രതീക്ഷിച്ചിരുന്നത്. ആ നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞതെന്ന് മാത്രമല്ല ശക്തമായൊരു തിരിച്ചടിയാണ് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. അത് ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറം മറ്റൊന്നും വിലയിരുത്താൻ കഴിയില്ല. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇടതുമുന്നണി നേരിട്ട ഒട്ടേറെ, അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഒട്ടേറെ വിവാദങ്ങൾ, പ്രത്യേകിച്ച് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒരു വിവാദം. അതിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു വിശദീകരണം നൽകാൻ പാർട്ടിക്ക് അല്ലെങ്കിൽ CPM-നോ ഇടതുമുന്നണിക്കോ സർക്കാരിനോ കഴിഞ്ഞിരുന്നില്ല. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയതാണ്. അത് ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാരിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കാം. അതിനൊപ്പം തന്നെ KSRTC ശമ്പള പ്രതിസന്ധി, വെള്ളക്കരം കൂട്ടിയത്, അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ. മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ഈ ന്യൂനപക്ഷ പ്രീണനത്തിനുള്ള ഒരു കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു വലിയ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് LDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ടാവില്ലേ പല സ്ഥലങ്ങളിലും? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു തന്ത്രം ഇടതുമുന്നണി പയറ്റിയിരുന്നു. പ്രത്യേകിച്ച് പലസ്തീൻ പോലുള്ള വിഷയങ്ങൾ, CAA പോലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട്. പക്ഷേ അത് ഒട്ടും ഗുണം ചെയ്തില്ല എന്നും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലാകും. കാരണം UDF-നൊപ്പമായി മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ, അതുപോലെ സമസ്ത ലീഗ് പ്രശ്നം ഒരു വിഷയം, അല്ലെങ്കിൽ അത് അനുകൂലമായ ഒരു ഘടകമാക്കി മാറ്റാൻ ഇടതുമുന്നണി തന്ത്രം പയറ്റിയിരുന്നു. പക്ഷേ അതും ഫലപ്രദമായില്ല. മാത്രമല്ല സാധാരണ ലഭിക്കാറുള്ള ക്രിസ്ത്യൻ വോട്ട് അകലുകയും ചെയ്തു. അത് UDF-ലേക്ക് മാറി എന്ന് മാത്രമല്ല ക്രൈസ്തവ വോട്ടുകൾ BJP-യിലേക്ക് മാറി എന്നുള്ള ഒരു ഞെട്ടൽ കൂടി ഇടതുമുന്നണിക്കുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഹിന്ദു വിഭാഗം, അതാണ് CPM-ന്റെ എക്കാലത്തെയും വലിയ വോട്ട് ബാങ്ക്. അതിൽ CPM-നെ തുണയ്ക്കുന്ന പ്രബല വിഭാഗങ്ങൾ, അത് ആ വോട്ടുകൾ BJP-യിലേക്ക് വഴിമാറിയിട്ടുണ്ടാകണം എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം BJP-ക്കും BDJS-നും ഒക്കെ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയൊരു വലിയ അവലോകനത്തിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് ഈ കേരളത്തിൽ ഇടതുമുന്നണിക്ക് വലിയ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകിച്ച് UDF-നോ BJP-ക്കോ അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകാഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പരാജയം ഇടതുമുന്നണിക്ക് സംഭവിച്ചത് എന്ന് വിലയിരുത്തേണ്ടി വരും. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മോത്തി, അതുപോലെ ഈ വടകരയിലൊക്കെ തന്നെ ഒരു മൂന്നാംകിട പ്രചാരണ രീതിയും അല്ലെങ്കിൽ ഒരു ആക്രമണ രീതിയും ഒക്കെ CPM അവലംബിച്ചു എന്നും കൂടി ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സ്ക്രീൻഷോട്ട് വിവാദം പോലെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ അത്തരം കാര്യങ്ങൾ പയറ്റിയിട്ട് പോലും പരാജയം ഉണ്ടായി, അതൊരു നെഗറ്റീവായി ഭവിച്ചു എന്ന തരത്തിലും ചർച്ചകൾ ഉയരുന്നുണ്ട്.
തീർച്ചയായിട്ടും CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളെ തന്നെ അണിനിരത്തിക്കൊണ്ട് വലിയ ഗൗരവത്തിലുള്ള മത്സരം, പ്രത്യേകിച്ച് ശൈലജ ടീച്ചർ, വിജയരാഘവൻ, തോമസ് ഐസക് അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പാർട്ടിയെ ഞെട്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇടതുമുന്നണിയെ ഞെട്ടിച്ചിരിക്കുന്നത് വടകരയിലെ തോൽവി. അവിടെ ഒരുപക്ഷെ രണ്ട് വിഷയങ്ങളാണ് അവിടെ ഉയർന്നു വന്നത്. ഒന്ന്, ഇടതുമുന്നണിക്കെതിരായി വന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വടകരയിലെ ബോംബ് വിഷയം. അതിനൊപ്പം തന്നെ ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അവിടെ ഒരു വർഗീയ പ്രചരണം CPM നടത്തുന്നു എന്നുള്ള ആരോപണമാണ്. അതിനൊപ്പം തന്നെ ഒരു വീഡിയോ ആരോപണവും ഉന്നയിക്കപ്പെട്ടു. അതിൽ കൃത്യമായ മറുപടി പറയാനോ അതല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണോ ഒരു ആരോപണം ഉന്നയിച്ചത് അത് തെളിയിക്കാനോ ജനസമക്ഷം കഴിയാതെ ഇടതുമുന്നണിക്ക് പോയി. മാത്രമല്ല, കണ്ണൂരിലൊക്കെ കെ സുധാകരൻ ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം, അത് പ്രത്യേകിച്ച് ധർമ്മടം പോലുള്ള മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ അടക്കം പാർട്ടി കോട്ടകളിൽ വലിയ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടാണ് കെ സുധാകരൻ മുന്നേറിയത്. അതിനൊപ്പം തന്നെ വടകരയിലും ഷാഫി പറമ്പലിൻ്റെ വിജയം, തലശ്ശേരിയിൽ പോലും, സ്പീക്കറുടെ മണ്ഡലമായ തലശ്ശേരിയിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തു. ആലപ്പുഴയിൽ കനലൂർ തരി ഉണ്ടായിരുന്ന ആലപ്പുഴയിൽ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി ജയിച്ചതാണ്. അവിടെ KC വേണുഗോപാൽ വലിയ വിജയത്തിലേക്കാണ് പോയത്. കൊല്ലത്ത് പ്രേമചന്ദ്രനെ പിടിച്ചുകെട്ടാൻ വളരെ പോപ്പുലറായ CPM-ന്റെ നേതാവ് K മുകേഷിനെയാണ് ഇറക്കിയത്. പക്ഷേ മുകേഷിന് പോലും പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം കൂടുകയും ചെയ്തു. അപ്പോൾ വലിയ സ്ഥാനാർത്ഥികളെ, CPM-ന്റെ സംസ്ഥാനത്തെ ഏറ്റവും പ്രബലരായ നേതാക്കളെ തന്നെ രംഗത്തിറക്കിയിട്ടും ഒരു വലിയ തിരിച്ചടി കേരളത്തിൽ ഉണ്ടായത്, അത് എന്തുകൊണ്ടാണ് എന്ന് CPM-നും ഇടതുമുന്നണിക്കും വിലയിരുത്തേണ്ടി വരും. അത് ഭരണവിരുദ്ധ വികാരം എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. അതിനപ്പുറം മറ്റൊരു കാരണം ഇപ്പോൾ കണ്ടെത്താൻ കഴിയുന്നില്ല.